സന്തോഷമുള്ള ഒരു ദിവസം എന്ന് പറയണം. ശരിക്കും പറഞ്ഞാൽ INTUCയുടെ പിറന്നാളാണ് ഇന്ന്, മെയ് 3-ാം തീയതി. സ്വാഗതപ്രസംഗം പറഞ്ഞ പോലെ മെയ് 3-ാം തീയതി ഡൽഹിയിൽ വെച്ച് രൂപീകൃതമായിട്ടുള്ള INTUC മെയ് 3, 1947 INTUC സ്ഥാപിച്ചത്. അന്നാണ് അത് INTUCക്ക് തുടക്കം കുറിച്ചത്. മെയ് 4-ാം തീയതി ഭരണഘടന അംഗീകരിക്കപ്പെട്ടു. അത്തരത്തിൽ INTUC മുൻകാലങ്ങളിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ആ രീതിയിൽ അതിൻ്റെ തുടക്കം കുറിച്ചത് മെയ് 3-ാം തീയതിയാണ്. ആദ്യത്തെ പ്രസിഡൻ്റായി സുരേഷ് ചന്ദ്ര ബാനർജി എന്ന് പറയുന്ന അദ്ദേഹം അതിൻ്റെ ആദ്യ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. വടക്കാഞ്ചേരി INTUCയുടെ 79ാമത് സ്ഥാപക ദിനം വടക്കാഞ്ചേരിയിൽ ആചരിച്ചു. വടക്കാഞ്ചേരി ടൗൺ കൗൺസിലറും മുൻ പ്രതിപക്ഷ നേതാവുമായ PN വൈശാഖ് നാരായണസ്വാമി പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. INTUC മണ്ഡലം പ്രസിഡന്റ് TP ഗിരീശൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് മായാദാസ്, കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം വൈസ് പ്രസിഡന്റ് KA മഹേഷ്, സിദ്ദിഖ്, KH ഷൈജു, ഇസ്മായിൽ, അബ്ദുൽ കലാം, PV വിൻസൻ എന്നിവർ സംസാരിച്ചു. ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ പ്രസിഡന്റ് VR ശ്രീകാന്ത് സ്വാഗതവും INTUC മണ്ഡലം സെക്രട്ടറി നിഷാദ് നന്ദിയും പറഞ്ഞു. INTUCയുടെ സമരങ്ങൾ നടന്നിട്ടുള്ളത് കോൺഗ്രസ് ഭരിക്കുമ്പോൾ, UPA ഭരിക്കുമ്പോൾ അവിടെയും തൊഴിലാളികൾക്കെതിരെ എന്തെങ്കിലും നയങ്ങൾ സർക്കാർ രൂപീകരിച്ചാൽ അതിനെ ശക്തമായി എതിർക്കാനും അതിനെതിരെ വിരൽ ചൂണ്ടാനും, ഏതെങ്കിലും എൻ്റെ പാർട്ടിയാണ് ഭരിക്കുന്നത്, ആ പാർട്ടിക്ക് ആ പാർട്ടിയുടെ നയം എന്താണ് അതിനനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന മറ്റ് തൊഴിലാളി സംഘടനകളുള്ളപ്പോൾ കൃത്യമായി തൊഴിലാളികൾക്ക് വേണ്ടി നിലപാടെടുത്ത പ്രസ്ഥാനത്തിൻ്റെ പേരാണ് INTUC എന്ന് പറയുന്നത്. ഈ രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനം ഇന്ന് 79 വയസ്സ് തികയുമ്പോൾ പ്രിയപ്പെട്ട INTUCയിലെ തൊഴിലാളികൾ, ചുമട്ടു തൊഴിലാളികൾ, അതുപോലെ തന്നെ പ്രിയങ്കരായ ഓട്ടോ ചേട്ടന്മാർ, അതുപോലെ ബസ് തൊഴിലാളികൾ അടക്കമുള്ള ആളുകൾ എല്ലാവരെയും അണിനിരത്തിക്കൊണ്ട് ഈ ഒരു വലിയ പ്രസ്ഥാനം ഇന്ന് 79 വയസ്സ് തികയുമ്പോൾ ഇതിന് നേതൃത്വം കൊടുക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും അഭിവാദ്യം ചെയ്യാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു. ഇത് 79 അല്ല, 179 അല്ല, ഈ രാജ്യമുള്ളിടത്തോളം കാലം, ലോകമുള്ളിടത്തോളം കാലം INTUC എന്ന് പറയുന്ന ഈ വലിയ പ്രസ്ഥാനം നിലനിൽക്കുമെന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട്